മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഉണ്ണിയുടെ സംശയമൊക്കെ വെറും ഒരു സംശയമല്ല, വാസ്തവമായിരുന്നുള്ള കാര്യം തെളിവുൾപ്പെടെ ഉണ്ണിയാണെങ്കിൽ കണ്ടുപിടിക്കുന്നുണ്ട്. കണ്ണേട്ടൻ ശരിക്കും അനന്തുവേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കണ്ടിട്ടാണ് ചെന്നതെന്നുള്ള കാര്യം അനന്തുവിനും ലേഖയ്ക്കും കണ്ണൻ്റെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാകുന്നു. അകത്തിരിക്കുന്ന കണ്ണേട്ടനെ മര്യാദയ്ക്ക് പുറത്തേക്ക് വിളിക്കാൻ പറയുമ്പം ആദ്യം അവരൊന്നും സമ്മതിക്കുന്നില്ല. എങ്കിലും കണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി ഒടുക്കം മഹാലക്ഷ്മിയോട് അനാവശ്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഉണ്ണിക്ക് തക്ക മറുപടിയായിട്ട് കണ്ണനാണെങ്കിൽ പുറത്തേക്ക് വരുന്നു. സംസാരം നിയന്ത്രണം വിട്ടപ്പം മഹിയാണെങ്കിൽ അവൻ്റെ കരണം പുകച്ചൊരെണ്ണം കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും അറിയാതെ ദുർഗയും അതുപോലെ കരുണയും ക്ഷേത്രത്തിൽ മനസ്സുരുക്കി പ്രാർത്ഥിക്കുകയാണ്. കണ്ണനും മഹാലക്ഷ്മിയും വേർപിരിഞ്ഞ് രണ്ടായിട്ട് നിൽക്കുന്ന ഈ സമയത്ത് കിട്ടിക്കൊണ്ടിരുന്ന ആ നേട്ടങ്ങളെല്ലാം ഒന്നു വിടാതെ ഇനിയും കിട്ടണം. മഹാലക്ഷ്മി സ്വന്തമാക്കിയ സ്വത്തുക്കളെല്ലാം തങ്ങളിലേക്ക് വന്നു ചേരണമെന്നൊക്കെ പ്രാർത്ഥിച്ച് പുറത്തേക്ക് വരുന്ന കരുണയാണെങ്കിൽ ദുർഗയോട് ചോദിക്കുന്നു, അമ്മയുടെ മോനെ ഇതുവരെ കാണുന്നില്ലല്ലോ, മിക്കവാറും കണ്ണേട്ടൻ്റെ പിന്നാലെയും കാണാം, ഡിറ്റക്റ്റീവ് പണിയായിട്ട് ചെന്നിട്ടുണ്ടായിരിക്കും, അയാളെ കൊണ്ട് അതേ പറ്റുള്ളൂ. അവൾ കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് പോയ ഈ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും സ്നേഹം നടിച്ച് എന്തെങ്കിലും മേടിച്ചെടുക്കാൻ നോക്കാവുള്ളതിന് കണ്ണേട്ടൻ്റെ പിന്നാലെ നടന്ന് വെറുപ്പ് സമ്പാദിച്ചെടുക്കും. എന്ത് പറയാനാ മോളെ, അവനാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ കരട് പോലെ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാതെ ഒരടി പിന്നോട്ടില്ല. കൊച്ചിലേ ഉള്ള ശീല. എന്തായാലും കണ്ണന് അവനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതുവരെയും ഉണ്ണിയേട്ടനെ കാണുന്നില്ലല്ലോ, മോളൊന്ന് വിളിച്ച് നോക്കാൻ പറയുമ്പോഴത്തേക്കും കരുണയാണെങ്കിൽ വിളിക്കുന്നു, പക്ഷെ കോൾ എടുക്കുന്നില്ല. ഉണ്ണിയാണെങ്കിൽ ആകെ തകർന്ന്. അതേസമയം വാമദേവനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. വാമദേവൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഉണ്ണി എന്താണ് പറയാൻ വരുന്നേ എന്നുള്ളത് കാതോർത്ത്. ഉണ്ണിയുടെ സംശയം സത്യമാണോ അല്ലയോ എന്ന് ഇന്ന് തന്നെ തീർത്തും കണ്ടുപിടിക്കുമെന്ന് വാക്ക് കൊടുത്തിട്ടാണല്ലോ പോയിരിക്കുന്നത്. അപ്പം വാമദേവൻ അമ്മാവൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ സംശയം യാഥാർത്ഥ്യമാണോ അതോ വിഷു ദിവസമായിട്ട് സങ്കട വാർത്തയാണോ സന്തോഷ വാർത്തയാണോ എന്ന് ചോദിക്കുമ്പോൾ സങ്കടം തന്നെയാണ്, മുന്നേ അറിഞ്ഞ കാര്യമല്ലേ, പ്രത്യേകിച്ച് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, അയാൾ നമ്മളെ ഭംഗിയായിട്ട് ചതിക്കുമായിരുന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്കും വാമദേവന് കലി സഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഉണ്ണി വരാത്തതിനെ തുടർന്ന് ദുർഗയും അതുപോലെ കരുണയാണെങ്കിൽ മറ്റൊരു വണ്ടി വിളിച്ച് ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവർ സത്യത്തിൽ കണ്ണേട്ടൻ്റെ ചതിയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടേ ഇല്ല. വാമദേവൻ അമ്മാവനെ കാണാൻ പോയത് കൊണ്ട് പ്രത്യേകിച്ചും ദുർഗയോടും കരുണയോടും പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് വിചാരിച്ചിട്ട് ഉണ്ണി തൽക്കാലം അറിയിക്കുന്നുമില്ല. വീട്ടിൽ ചെന്നിട്ട് പറയാനായിരിക്കും പ്ലാൻ. എന്തായാലും വാമദേവൻ പറയുന്നു, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇത്രയും വലിയൊരു ചതി അവനിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അവൻ്റെ തലയിൽ ഇത്തിരി ആൾതാമസമുള്ളയാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇത്ര വലിയ ചതി അവൻ നമ്മളോട് കാണിക്കുമോ എന്ന് പറയുന്ന സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, മേഘേട്ടൻ എല്ലാ കാര്യങ്ങളും മുന്നേ അറിഞ്ഞിരുന്നു, അതുകൊണ്ടാ ആ മാർക്കോ വഴി മേഘേട്ടനെ ജീവശവമാക്കിയത് മിക്കവാറും കണ്ണേട്ടനായിരിക്കും. ഒരേ സ്ഥലത്ത് 2 പേർക്ക് അപകടം പറ്റിയിട്ട് കൃത്യമായി മാർക്കോയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ആളുണ്ടായിരുന്നു, പക്ഷേ മേഘേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഒരുപാട് വൈകി. അതിൻ്റെ പേരിനല്ലേ ഇപ്പോൾ കോമയിൽ കിടക്കുന്നത്. അതിൻ്റെ പിന്നിലും എന്തോ ഒരു കളി നടന്നിട്ടുണ്ട്. ഇനി അയാൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് എനിക്ക് സംശയം എന്ന് പറയുമ്പം, ഞാനും നീയും പ്രതാപനും ചേർന്ന് നല്ലൊരു സഖ്യം ഉണ്ടാക്കണം. എത്രയും പെട്ടെന്ന് അവനെ ഈ ലോകത്തുനിന്ന് പരലോകത്തേക്ക് അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടേ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലൊന്നും കാര്യങ്ങൾ നടക്കില്ല. ഈ സ്വത്തുക്കൾ മുഴുവനും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് അവൻ വേണമെങ്കിൽ എഴുതി കൊടുക്കും. അവൻ്റെ കുഞ്ഞോ ആരുടെ കുഞ്ഞോ ആകട്ടെ, പക്ഷെ അവനെ ഏറ്റെടുത്ത സ്ഥിതിക്ക് അവളും ആ കുഞ്ഞും ചേർന്ന് എല്ലാം കൈക്കലാക്കും. അതനുവദിക്കാൻ പാടില്ല. അങ്ങനെ കുഞ്ഞും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ വിചാരിച്ച പോലെ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് 2 പേരും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതൊന്നും അറിയാതെ ദുർഗയും കരുണയാണെങ്കിൽ വീട്ടിൽ എത്തി അവിടെ വെയിറ്റ് ചെയ്യുവാണ് ഉണ്ണിയേട്ടൻ വരുന്നത് നോക്കി. അതേസമയം കണ്ണൻ പറയുന്നുണ്ട്, ഇനി എന്തായാലും ഇങ്ങനെ നാടകം കളിച്ചിട്ടൊരു കാര്യമില്ല, ഉണ്ണി സത്യങ്ങളെല്ലാം അറിഞ്ഞു, അവൻ നേരെ പോയിരിക്കുന്നത് ശത്രുക്കളെ അറിയിക്കാനായിരിക്കും. അപ്പോൾ അനന്ത് ചോദിക്കുന്നു, എന്താടാ നിൻ്റെ പ്ലാൻ, ഇനി എന്തായിരിക്കും അവൻ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ കണ്ണൻ പറയുന്നു, ഞാൻ ചില കാര്യങ്ങൾ ഉറച്ച് തീരുമാനിച്ചിട്ടുണ്ട്, ഇനി ഈ നാടകത്തിൻ്റെ ആവശ്യമില്ല, താൻ പോയി എടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുത്തോ, നമുക്ക് ഈ നിമിഷം തന്നെ കമലേശ്വരത്തേക്ക് പോകണം, അവൻ എന്തായാലും എല്ലാവരെയും അറിയിച്ചു കാണും, ആരെന്നോട് ചോദിച്ചാലും എനിക്ക് വ്യക്തമായിട്ടുള്ള മറുപടി പറയാനുണ്ട് എന്ന് പറയുന്ന സമയത്ത് ലേഖ പറയുന്നു, അത് വേണോ കണ്ണേട്ടാ, മഹി തൽക്കാലം ഇവിടെ നിൽക്കട്ടെ, ഡെലിവറിക്ക് ശേഷം കൂട്ടിക്കൊണ്ട് പോയാൽ പോരെ എന്ന് പറയുമ്പം സാഗറും പറയുന്നു, ലേഖ പറയുന്നതിലും കാര്യമുണ്ട്, പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് മഹിയെ കൂട്ടിക്കൊണ്ട് പോകുന്നതല്ലേ നല്ലത്. അന്നേരം മഞ്ജു അനന്തും ഒക്കെ അതിന് സപ്പോർട്ട് ഏൽക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇയാളെ അവിടെ തന്നെ നിർത്തിയേക്കാനല്ല, വിഷുവായിട്ട്
എൻ്റെ ഭാര്യ എന്തായാലും ഇന്നത്തെ ദിവസം എന്നോടൊപ്പം കമലേശ്വരം വീട്ടിലുണ്ടായിരിക്കണം. സത്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഞാനെന്തിനിങ്ങനെ ഒളിച്ചു കളിക്കുന്നു. 2 ദിവസത്തിന് ശേഷം ഞങ്ങൾ തിരികെ വന്നോളാം എന്ന് പറഞ്ഞിട്ട് മഹിയും കൂട്ടി കണ്ണനാണെങ്കിൽ കമലേശ്വരം തറവാട്ടിലേക്ക് ചെല്ലുന്നു. വണ്ടിയുടെ സൗണ്ട് കേട്ട് കരുണയും ദുർഗയും പുറത്തേക്ക് നോക്കുമ്പോൾ അവരെ ഞെട്ടിച്ചുകൊണ്ട് മഹിയാണെങ്കിൽ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നു. അത് കണ്ട് ആകെ അമ്പരന്ന് നിൽക്കുന്ന കരുണയും അതുപോലെ ദുർഗയും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. ഇപ്പം എന്താകുമെന്ന് കാത്തിരിക്കാം.